ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷിഖ് മമ്മു, askmuhometips. വീട് നിർമ്മാണത്തിൽ മുകളിലത്തെ നില കൺസ്ട്രക്ഷൻ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ താഴത്തെ നില കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലത്തെ നില ബ്രിക്ക് വെച്ച് തുടങ്ങും. അത് ഇനിഷ്യൽ പ്ലാനിങ്ങിൻ്റെ അതായത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ള ലേഔട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കിയിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് മുകളിലത്തെ നില കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തന്നെ ചിലവ് കൂടിയ ഒരു കാര്യമാണ്. താഴത്തെ നില പോലെയല്ല. ഈ മെറ്റീരിയലൊക്കെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ, അതുപോലെ ലേബർ എക്സ്പെൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലാണ്. ഇവിടെ നമ്മൾ ഒരു റൂമാണ് നിർമ്മിക്കുന്നതെങ്കിലും അതോടനുബന്ധിച്ചുള്ള സ്റ്റെയർ കേസുകൾ, അതുപോലെ തന്നെ ബാൽക്കണി, ലിവിങ് ഏരിയ, ഇങ്ങനെ ഒരുപാട് ചിലവുകൾ നമുക്ക് ഇനീഷ്യലായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാം താഴത്തെ നിലയിൽ റൂമുകളൊക്കെ എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ അതേ രീതിയിലുള്ള റൂമുകൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലവ് ഒരു പരിധി വരെ പിടിച്ചു നിർത്തുവാൻ സാധിക്കും. എന്നാൽ നാം മുകളിലത്തെ റൂമുകൾ സൗകര്യം കൂട്ടുന്നതിന് വേണ്ടി അവിടുത്തെ റൂമുകളൊക്കെ താഴത്തേതിനേക്കാളും വലുത് ആക്കിക്കൊണ്ട്, അതായത് അഡീഷണൽ ബീമുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്പെൻസ് കൂടുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചർ സ്റ്റെബിലിറ്റി, അതായത് ഇതിൻ്റെ ടോട്ടൽ കെട്ടുറപ്പിനെ ബാധിക്കുവാനും സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നാം ബ്രിക്ക് വെച്ചാണ് വീടുകൾ പണിയുന്നതെങ്കിൽ, വെട്ടുകല്ലോ അല്ലെങ്കിൽ ബ്രിക്കോ അങ്ങനെയുള്ള, അതായത് ഫ്രെയിംഡ് സ്ട്രക്ചർ, കോൺക്രീറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നാം അഡീഷണലായിട്ട് ബീമുകളൊക്കെ കൊടുക്കുമ്പോൾ ഈ ബീം താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ സ്ട്രക്ചറിന്, അതായത് ബ്രിക്ക് സ്ട്രക്ചറിന് ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് മറ്റൊരു അപകടത്തിന് സാധ്യത കൂടാം. അങ്ങനെ നിങ്ങൾ റൂമുകൾ വലുതാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് താഴത്തെ അതേ അലൈൻമെൻറ്റിലല്ല ബ്രിക്കുകൾ വരുന്നതെങ്കിൽ അത് മാറ്റിക്കൊണ്ട് റൂമുകളൊക്കെ വലുതാക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ മുൻകൂട്ടി തീരുമാനമെടുത്തുകൊണ്ട് അതിനനുസരിച്ച് സ്ട്രക്ചറിന് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള അഡീഷണൽ തൂണുകളോ കാര്യങ്ങളോ കൊടുത്തുകൊണ്ട് മാത്രമേ നിർമ്മാണം ആരംഭിക്കുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു.